ഹലോ, എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസം കാണും കേട്ടോ. എനിക്ക് നല്ല പനിയുണ്ട്. അപ്പം ഞാൻ കാണിക്കുന്ന ക്യാമറയുടെ കേട്ടോ. ഇത് ക്യാമറയുടെ ബോക്സ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഇതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിങ്ക് ആയതുകൊണ്ട് കണ്ടോ, പിങ്ക് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഈ ബ്ലൂ ആണ് പക്ഷെ എനിക്ക് കിട്ടിയത് കേട്ടോ, ബോയ്സിൻ്റെ പോലെ. എനിക്ക് ബ്ലൂ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പിന്നെ ചാർജർ വരുന്നതാ ഇതാ. പക്ഷെ ഇതുകൊണ്ട് മണ്ടയ്ക്കത്തെ സംഭവം ഉണ്ടല്ല, അത് ഞങ്ങൾ മേടിച്ച് വെച്ചില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ ഒരു ചാർജർ എടുത്തിട്ടാണ് ഞാൻ ക്യാമറ കുത്തിയിരുന്നത്. പക്ഷേ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്കായി. അച്ഛൻ്റെ ക്യാമറ കൊണ്ട് അച്ഛൻ്റെ ചാർജർ കൊണ്ട് ചെയ്തിട്ടും ഇതാണ് വരുന്നത്. ഈ വള്ളിയുണ്ട്, ഈ സംഭവം ഇതാ ഈ സംഭവം ഉണ്ടാവും. ഇത് ഊരിയിട്ട് ഒരു ഇതാക്കിയിട്ടായിരിക്കും കിട്ടുന്നത്. ഞാൻ ആദ്യം കെട്ടിയിടുന്ന സാധനം ജസ്റ്റ് കത്തിക്കൊണ്ട് ജസ്റ്റ് ഇതാക്കിയിട്ട് ഊരി, മറ്റേത് പിന്നെ നമുക്ക് വലിച്ച് താരേന്ന് ഊരിയാലും മതി. എന്നിട്ട് നമുക്കിവിടെ ഈ രണ്ട് സാധനം കണ്ടോ, ഇതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച്ഡ് ആക്കാം. ഇത് ഇങ്ങനെ യൂസ് ചെയ്യുന്നതായിരുന്നു. വള്ളി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. എൻ്റെ സൗണ്ടിൻ്റെ വ്യത്യാസം കാണും. ആ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇത് തുറന്ന് കഴിഞ്ഞിട്ട് ഉള്ളിൽ നിന്നാണ് നമ്മൾ ചാർജർ കുത്തിയിടുന്നത്. അപ്പം നല്ലോണം നോക്കണം. എന്നിട്ട് ഞാൻ കാണിച്ചത് ഇതാണ് അതിൻ്റെ ബാക്ക് വശം. ഈ മണ്ടയ്ക്കത്തെ ഫസ്റ്റ് ഓണാവും കണ്ടോ, അത്ര ക്ലിയർ അല്ല. ഇങ്ങനായിരിക്കും കാണിച്ചത്. നിങ്ങൾക്ക് ക്ലിയർ അല്ലായിരിക്കും, പക്ഷെ ഞാൻ കുറച്ച് പ്രൊസീജിയേഴ്സ് പറഞ്ഞുതരാം. ഇവിടെ ക്യാമറ, അതിൻ്റെ ഫസ്റ്റ് തന്നെ ക്യാമറയും അതിൻ്റെ ഇപ്പുറത്ത് മ്യൂസിക്കിൻ്റെയും അതിൻ്റെ ഇപ്പുറത്ത് ഗെയിംസിൻ്റെയാണ്. മ്യൂസിക് അത്ര വർക്ക് ആവില്ല കേട്ടോ. ഞാൻ ബാക്കസിനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ടൈം വർക്ക്. ഇന്നെൻ്റെ പരീക്ഷയാണ്. ഞാൻ രാവിലെ എഴുതുമായിരുന്നു. എനിക്ക് ഉറക്കം വന്നു. ആ ഗെയിംസ് കണ്ടോ. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് വീഡിയോ എന്ന് കാണിച്ചിരുന്നത് നമ്മുടെ ഗാലറിയുടെ സംഭവം കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് പ്ലേ ബാക്ക് എന്ന് കാണിച്ചത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അത് നിങ്ങളൊന്ന് യൂസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, കാരണം എനിക്കറിയത്തില്ല കേട്ടോ. സെറ്റിങ്സ് നിങ്ങൾക്ക് വലിയ പരിപാടിയൊന്നുമില്ല. സെറ്റിങ്സ് അങ്ങനെ തന്നെ നോക്കട്ടെ. ഇവിടെ സെറ്റിങ്സിന് കിടപ്പുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണമെങ്കിൽ അതിൻ്റെ ഈ ബട്ടൺ കണ്ടോ, ഇങ്ങനെ നീക്കാം, ഇങ്ങനെ നീക്കാം, എന്നിട്ട് താഴോട്ടാക്കാം, എന്നിട്ട് ഇങ്ങനെ 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 എല്ലാ ബട്ടൺസും ആക്കിയാൽ ഒന്ന് കറക്റ്റ് ആവും. ഇത് ഓഫ് ചെയ്യാനും എല്ലാം സിമ്പിളാണ്. ഇതിൽ ഫോട്ടോ എടുക്കാൻ കണ്ടോ. എനിക്ക് ഗെയിമാണ് വന്നത്. ഇപ്പം ജസ്റ്റ് ഒരു ഗെയിം വന്നു, ഞാൻ കാണിച്ചുതരാം കണ്ടോ. ഗെയിം വന്നു കേട്ടോ. എനിക്ക് ഒരു ചെറിയ സോങ് ആണ് വന്നത്. ഗെയിം അത്ര പ്ലേ ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഗെയിം പ്ലേ ചെയ്യാൻ പറ്റത്തില്ലെന്ന്, ചുമ്മാ ഇരുന്നപ്പോൾ ഗെയിം പ്ലേ ആയി. ഓക്കെ, ബൈ. എനിക്ക് കാണിക്കണമെന്ന് തോന്നിയതല്ല, ഞാൻ പെട്ടെന്ന് എഴുതുന്ന ടൈമിൽ അയ്യോ ഈ ക്യാമറ എവിടെ ഇരിക്കുന്നതെന്ന് ആലോചിച്ച് ചെന്നപ്പോഴാണ് എനിക്ക് ഈ ബുദ്ധി തോന്നിയത്. കാരണം ഈ ക്യാമറേനെ കുറിച്ച് പറഞ്ഞിരിക്കാനാണ് കേട്ടോ. ഇതുണ്ടല്ലോ ചെയ്യാതെ ഞാൻ വേറൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാ ഞാൻ റേറ്റ് നോക്കി പറയട്ടെ. അതെ, റേറ്റ് അഫോർഡബിൾ അല്ലേലും പക്ഷേ ഈ ക്യാമറയുടെ യൂസിങ് നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. ഇത് എന്നിട്ട് ലാപ്ടോപ്പിലേക്ക് ഇത് ഇതുകൊണ്ട് കണക്ട് ചെയ്താൽ അത് കറക്റ്റ് പ്രിൻ്റഡ് ആയിട്ട് കിട്ടും. മനസ്സിലായോ? ഏതൊരു കാർഡ് വെച്ച് കണക്ട് ചെയ്യുന്നതൊക്കെ സംഭവമാണ്. അതാണ് പറഞ്ഞു കേട്ടത് അച്ഛനൊക്കെ. വെയിറ്റ് എവിടെ കിടക്കുന്നത്?
ഏതായാലും ഒരു 230 എങ്കിലും ആവും. അത് പറ്റുന്ന പോലെ അങ്ങനെ ചെയ്ത് നോക്കുക. ഒരു 5 മിനിറ്റ് ബ്രേക്ക്. എനിക്ക് ഇത് നോക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചിട്ട് വരാം. ഒരു 5 മിനിറ്റ് ബ്രേക്ക്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2199 ആണ്. ഡിസ്കൗണ്ട് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഡിസ്കൗണ്ട് അറിയത്തില്ല. ഡിസ്കൗണ്ട് ഉള്ളപ്പം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയതൊന്നും പറയണം കേട്ടോ. ഡിസ്കൗണ്ടിൻ്റെ ക്യാഷ് നേരത്തെ എഴുതിയിട്ടുണ്ട്, ഇവിടെ എവിടെയോ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇപ്പം കാണുന്നില്ല കേട്ടോ. ടാറ്റാ, ബൈ ബൈ, ബൈ ബൈ.